മോദിയുടെ പടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. മോദി കൊടുത്തുവിട്ടിരിക്കുന്ന ചാപ്പയില് മനുഷ്യന്റെ ആത്മാഭിമാനം കളങ്കപ്പെടും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അത് കാണാതെ പോലും ഞങ്ങൾ എതിർത്തത് അതിന്റെ ഗ്രൗണ്ടിലാ. സൗജന്യം കിട്ടിയ വീട്ടിൽ കിടക്കുന്നവനാണ് എന്ന ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല, മലയാളിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മനുഷ്യന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തും. എനിക്കിതിരി ദണ്ണുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അനൂപ് ദാസ്, അദ്ദേഹത്തിന്റെ യാത്ര, ഉത്തരേന്ത്യൻ യാത്രയിൽ ഡയറിയിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റോറി നിങ്ങളുടെ ഒരു ചാനൽ പ്രക്ഷേപണം ചെയ്തതാണ്. ഷാജിയുടെ സ്വപ്നത്തിലെ മോദിയുടെ ചാപ്പയാണ്. കണ്ടോ? ഷാജിയുടെ സ്വപ്നത്തിലെ വീടാണ്. കണ്ടോ? ചാപ്പ ഇതുപോലെ സ്ഥിരം ബോർഡ് വെക്കാനാ. എന്നിട്ട് ഒരു ഉടുപ്പുമില്ലാതെ ഇന്ന് രാവിലെ ശ്രീ ഷാജി പറയാണ്, ഞാൻ മോദിയുടെ പടം വെക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. ഇങ്ങനെ അടിച്ചു വെക്കാനാ, ഇങ്ങനെ പെർമനന്റ് ആയ ബോർഡ് വെക്കാനാ ഷാജി പറഞ്ഞത് മോദി? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. PMAY അർബൻ രണ്ടാം ഘട്ടം എത്തിയപ്പോ കേരളത്തിലെ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇങ്ങനെ സ്ഥിരം ബോർഡ് വെച്ച് ചാപ്പയടിക്കാൻ മലയാളിയുടെ വീട് കിട്ടില്ല. ഇതാണ് തർക്കം. എംബ്ലം വെക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതാക്കി. മിസ്റ്റർ, ആ എംബ്ലത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? ഈ എംബ്ലത്തിന് പുറത്ത്, ഇത് ഞാനതിന്റെ മിനിസ്റ്ററാണ്, ഈ എംബ്ലത്തിന് പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ? 1,60,000 നിങ്ങൾ കൈരളിയുടെ സർക്കാർ കൊടുത്തു കഴിഞ്ഞാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയോ ഫോട്ടോ വെച്ചിട്ടല്ല ഒരു വീടും കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഇത് പൊളിക്കാൻ എന്താ പരിപാടി? PMAY റൂറലിൽ ഈ തർക്കം ഇപ്പോഴില്ല. PMAY അർബൻ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വീട്ടിൽ ബ്രാൻഡിംഗ് വേണമെന്നവർ പറയുന്നുണ്ട് എങ്കിലും ഒരു രേഖയുണ്ടായിരുന്നില്ല, MOU ഉണ്ടായിരുന്നില്ല. MOU ഇല്ലാതെയാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതിനെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചിരുന്നു. ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തു. ഗവൺമെന്റ് പോളിസി ഒരു നിലപാടെടുത്തു. ഇത് ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ലക്ഷക്കണക്കിന് വീടുകൾ വെച്ചു. ആ വെച്ച ഒരു വീട്ടിൽ പോലും PMAY ഫണ്ട് വാങ്ങിച്ചു. 1.5 ലക്ഷമാണ് അവർ തരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, 4+ ചെലവിടുന്നുണ്ട് അർബനിൽ. അത് 4+ ചെലവിടുന്നിടത്ത് 1.5 അവർ തരുന്നത്, അവരുടെ ഡിവിഡൻഡ്. എന്നിട്ടാണ് ഈ ബ്രാൻഡിങ് നടത്തണമെന്ന് പറയുന്നത്. പക്ഷേ ഒന്നാം ഘട്ടം അങ്ങനെ കടന്നുപോയി. ഒരു വീട്ടിൽ ഞങ്ങൾ ബ്രാൻഡ് ചെയ്തില്ല, അതിൽ ഉറച്ചിരുന്നു. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അങ്ങനെ നിലപാടെടുത്ത ഒരുപക്ഷെ ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എന്നിട്ട് ഞങ്ങളത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് മനുഷ്യന്റെ ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതാണ് ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞത്. കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ, എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. മനുഷ്യന്റെ അന്തസ്സിന്, മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു വീടിന്റെ ചുമരിൽ അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. അത് അവന്റെ അന്തസ്സിനെ ബാധിക്കും. നിനക്കിത്രയ്ക്ക് വിവരമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനക്കും അങ്ങേക്കും എനിക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് എത്രയോ ജഡ്ജ്മെന്റുകളിലൂടെ ഇന്ത്യയുടെ സുപ്രീം കോടതി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്ന് ഡിഗ്നിറ്റി ഓഫ് ലൈഫാണ്. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തോടെയുള്ള ജീവിതം. വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ മനുഷ്യന്റെ ഭൂമിയുടെ ഉടമയാക്കുക, മണ്ണിന്റെ ഉടമയാക്കുക, അവനെ വീടിന്റെ ഉടമയാക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഭരണഘടനാപരമായ ബാധ്യതയാണ്. അത് കൊട്ടിക്കൊട്ടിച്ച് എഴുതി വെക്കേണ്ടതല്ല. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിനെതിരെ കേരളം ഇന്നലെ വരെ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. LDF ഗവൺമെന്റ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയൻ 2 തവണ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചു. ഞങ്ങൾ MP-മാർ പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടു. മന്ത്രി ശ്രീ MP രാജേഷ് പലതവണ നേരിട്ട് വകുപ്പ് മന്ത്രിയെ കണ്ട് ഇക്കാര്യം സംസാരിച്ചു. ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്ററെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഇപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ മോദിയുടെ പടം വെക്കാൻ പറഞ്ഞില്ല. മോദി ഗോൾ പോസ്റ്റ് ഒന്നും ശ്രീ ഷാജി മാറ്റിവെച്ചേക്കരുത്. മോദിയുടെ പടം വെക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് ചാപ്പകുത്തലാണ്. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിൽ അവന്റെ വീടിന് മുമ്പിൽ ചാപ്പ കുത്തി വെക്കുകയാണ്. വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. ഞാനും നിങ്ങളും ലോൺ എടുത്ത് വീട് വാങ്ങാറുണ്ട്, വെക്കാറുണ്ട്. ആ ബാങ്ക് പറയാണ്, നാളെ മുതൽ ഞാൻ കടന്നു വന്നിട്ടാണ് നീ വീട് വെച്ചത്, വാങ്ങിയത്, അതുകൊണ്ട് നിന്റെ വീട്ടിന്റെ മുമ്പിൽ എന്റെ ലോഗോ പതിച്ചിരിക്കണം സ്ഥിരമായി എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ളൊരു മലയാളി സമ്മതിക്കോ? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ബുദ്ധിജീവിയാണ് അല്ലേ? മാറ്റിയെടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശ്രീ MM മണി അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, പെൻഷൻ വാങ്ങി തിന്നിട്ട് അവർ തോറ്റു, CPM തോറ്റില്ല, അവർക്ക് LDFന് സീറ്റ് കുറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരെ എന്താ പറയേണ്ടതെന്ന് അറിയാമോ?
അന്നേരം ആ സമയത്ത് കേരളത്തിൽ വോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്ത ആളുകളുടെ ഡിഗ്നിറ്റിക്ക് പ്രശ്നമില്ലായിരുന്നു. ചളമായെന്നാ തോന്നുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ യാത്ര നടന്ന സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ശ്രീ MV ഗോവിന്ദന്റെ കീശയിലേക്ക് മൊയ്തീൻ എന്ന് പറയുന്ന ഒരു വൃദ്ധനെ അദ്ദേഹത്തിന്റെ പെൻഷൻ പണമാണെന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിലേക്ക് കൊണ്ടുപോയി കുറച്ച് പൈസ ഇടിപ്പിച്ചു, 2000 രൂപ എന്തോ ഇടിപ്പിച്ചു. MV ഗോവിന്ദൻ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. PR വർക്കിന് വേണ്ടിയിട്ട് പിന്നീട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ പെൻഷൻ പണമല്ല, CPM-ന്റെ നേതാക്കന്മാരുകൊണ്ട് അദ്ദേഹത്തിന് പണം കൊടുത്തു, MV ഗോവിന്ദന്റെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് PR വർക്കിന് വേണ്ടിയിട്ട് മൊയ്തീൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വൃദ്ധനെ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡിഗ്നിറ്റി ഇല്ലായിരുന്നു. കേരളത്തിൽ ലൈഫ് വീടുകളുടെ കാര്യം എടുത്ത് നോക്കൂ. അഞ്ചരക്കണ്ടി ലൈഫ് പദ്ധതി 16 വീടുകളുടെ താക്കോലുകൾ കൈമാറി അന്നത്തെ മന്ത്രിയായിരുന്ന MB രാജേഷ് കുറെ അമ്മമാരുടെ മുമ്പിൽ വലിയ താക്കോലിന്റെ രൂപങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടി നിൽക്കുകയാണ്. ആ ഫോട്ടോ ഇന്നും ഗൂഗിളിൽ കിട്ടും. ആ സമയത്ത് ഇവിടെ സാധാരണക്കാരന്റെ ഡിഗ്നിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പെൻഷൻ കൊടുക്കുമ്പോഴായിക്കോട്ടെ വീട് കൊടുക്കുമ്പോഴായിക്കോട്ടെ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള അമ്മമാരുടെ ചിത്രം കയ്യിൽ കാശും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ അവരുടെ ഡിഗ്നിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ശ്രീജയനത്തിൽ ഡിഗ്നിറ്റി ഒന്നും അല്ല പ്രശ്നം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതികളും കേരളത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ? ഇവിടെ PM ശ്രീയെ ഇവരെ എതിർത്തു. എങ്ങനെ? പരസ്യമായിട്ട് എതിർക്കുകയും അകത്തൊപ്പിടുകയും ചെയ്തു. PM ശ്രീയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു? SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് NEP അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസിൽ UP-യിൽ ലോ പഠിക്കുമ്പോൾ കേരളത്തിലെ SFI വിദ്യാർത്ഥികളെ കൊണ്ടിട്ട് ഇവർ സമരം ചെയ്യിപ്പിച്ചത് എന്തിനാ? അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ കൊച്ചുമകൻ തിരുവനന്തപുരത്തെ CBSE-യിലെ NEP അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ CPM ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ഇവർക്ക് NEP എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ഏതൊരു പദ്ധതി വന്നാലും എതിർക്കണം. അതിനപ്പുറത്തേക്ക് ഡിഗ്നിറ്റി ഒന്നും അല്ല കാരണം. ഡിഗ്നിറ്റി ആണെങ്കിൽ ഇവരത് ചെയ്യണമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള വൃദ്ധജനങ്ങളെ കൊണ്ടുവന്നിട്ട് സർക്കാരിന്റെ കാശ് വാങ്ങിച്ച് നക്കിയവരുന്ന ഈ നാട്ടിലെ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഇവരുടെ സമുന്നതനായിട്ടുള്ള നേതാവ് MM മണി വിളിച്ചിട്ട് അത്രയും ഡിഗ്നിറ്റിക്ക് പ്രശ്നമൊന്നും കേരളത്തിലെ ഒരാൾക്കും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ലല്ലോ. ഒന്നും ചെയ്യണ്ടല്ലേ? വേണ്ട, വെറുതെ ഇടികൊള്ളാൻ എന്തിനാണ്?